നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈജിപ്ത് ഗസ അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് ഒരുക്കമല്ല എന്ന നിലപാടിൽ ഉറച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് നെതന്യാഹുവിന്റെ നീക്കം. ടെൽ-അവീവിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റും നെതന്യാഹുവും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ബന്ദിമോചനമാണ് പ്രധാനമെന്നും ഫിലാഡൽഫി കോറിഡോറിലെ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുത് എന്നും മന്ത്രി യോവ് ഗാലറ്റ് ആവശ്യപ്പെട്ടതെന്നാണ് നെതന്യാഹുവിനെ രോക്ഷം കൊള്ളിച്ചത്. അതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗസയിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച ആരംഭിക്കും. 2000-ഓളം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടപ്പാക്കുക. 10 വയസ്സിന് താഴെയുള്ള 6.5 ലക്ഷത്തോളം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 1.26 ദശലക്ഷം ഡോസ് വാക്സിൻ ഗസയിൽ എത്തിച്ചിട്ടുണ്ട്. 4 ലക്ഷം ഡോസ് വാക്സിൻ കൂടി ഉടൻ എത്തിക്കും. 90% കുട്ടികൾക്കും വാക്സിൻ നൽകാനാണ് ലോകാരോഗ്യ സംഘടനയുടെ നീക്കം. വാക്സിനേഷന് 3 ദിവസം ഭാഗികമായി മാത്രം ആക്രമണം നിർത്തണമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. അതായത് ആക്രമണം വെടിനിർത്തൽ നിർത്തുന്നു, അതായത് ഭാഗികമായി നിർത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം മൂലമാണ് ഗസയിൽ വാക്സിനേഷൻ മുടങ്ങിയതടക്കമുള്ള ആരോപണങ്ങൾ കൂടി വരികയാണ്. വെസ്റ്റ് ബാങ്കിലും സ്ഫോടനാത്മക സാഹചര്യം മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ ജനീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. പ്രദേശത്തേക്ക് വന്ന 2 കവചിത വാഹനങ്ങൾ തകർത്തതായും ഫലസ്തീൻ പോരാളികൾ അറിയിച്ചു. വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലെയും സംഘർഷങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ അതീവ ആശങ്ക രേഖപ്പെടുത്തി. ഗസയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ്. വെസ്റ്റ് ബാങ്കിലും സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യത്തിന് മാറ്റമില്ല. അതുപോലെ തന്നെ 10 വയസ്സിന് താഴെയുള്ള 6.5 ലക്ഷത്തോളം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകിയിരിക്കുന്നത്. ബന്ദിമോചനമാണ് പ്രധാനമെന്നും ഫിലാഡൽഫിയയിൽ കോറിഡോറിലെ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുത് എന്നും മന്ത്രി യോവ് ഗാലറ്റ് ആവശ്യപ്പെടുകയാണെന്ന് നെതന്യാഹു കൊള്ളിച്ചിരിക്കുകയാണ്. എന്തായാലും 3 ദിവസത്തേക്ക് വെടിനിർത്തൽ പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. അതുവഴി പോളിയോ അടക്കമുള്ളവ നൽകും. ഇനി ഈ ഒരു 3 ദിവസം കണക്കിലെടുത്ത് ഹമാസിന് ഏതെങ്കിലും തരത്തിലുള്ള തരികിട പരിപാടികൾ നടത്തുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട്.